ആപ്കെ അദാലത്തിൽ ക്രിക്കറ്റ് കമന്റേറ്റർ നവജോത് സിംഗ് സിദ്ധുവിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന് വളരെ വേഗം ദേഷ്യം വരും എന്നുള്ളതാണ്. സിദ്ധു സാർ, താങ്കൾ എത്രത്തോളം ചിരിക്കുമോ, അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ആനയുടെ പല്ല് കാണിക്കാനൊന്ന് കഴിക്കാനൊന്ന്. ദേ നോക്കൂ, ആദ്യം ഞാൻ കള്ളം പറഞ്ഞിരുന്നു. 35 വയസ്സോടെ ഞാൻ അതെല്ലാം നിർത്തി. ഞാൻ ഒരുപാട് കള്ളം പറഞ്ഞിട്ടുണ്ട്. 34-35 വയസ്സ് വരെ ഒരുപാട് കള്ളം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കള്ളത്തരങ്ങൾ ഉണ്ടായിരുന്നു. എന്ന് ഹരി എന്നുള്ള പേര് എനിക്ക് കിട്ടിയോ, ഞാൻ എന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയോ, സത്യം ഞാൻ എന്ന് സ്വീകരിച്ചുവോ, അന്നു മുതൽ എനിക്ക് യാതൊരു ഭയവും ഉണ്ടായിരുന്നില്ല. പണ്ടത്തെ കാലത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പണ്ടൊക്കെ ഞാൻ തെറ്റ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും. ഞാൻ അറിഞ്ഞത് താങ്കളെ ആരെങ്കിലും കളിയാക്കുകയാണെങ്കിൽ അത് താങ്കൾക്ക് ഇഷ്ടമല്ലെന്നാണ്. ഉദാഹരണം പറഞ്ഞാൽ മനീന്ദർ സിംഗ്, അദ്ദേഹം തമാശയായിട്ട് എന്തോ പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നാലെ ചായക്കപ്പ് കൊണ്ട് താങ്കൾ ഓടിയെന്നാണ് കേട്ടത്. അദ്ദേഹത്തെ ഞാൻ ഓടിച്ചതല്ല, അദ്ദേഹത്തിന്റെ മേലേക്ക് വലിച്ചെറിഞ്ഞു. അദ്ദേഹത്തിന്റെ മേലേക്ക് ഞാൻ വലിച്ചെറിഞ്ഞു, പക്ഷെ അദ്ദേഹം എസ്കേപ്പ് ആയി. വീണ്ടും അദ്ദേഹം എന്റെ മുമ്പിൽ വന്ന് അങ്ങനെ സംസാരിച്ചിരുന്നെങ്കിൽ ഞാൻ വീണ്ടും അതെടുത്ത് എറിഞ്ഞേനെ. പക്ഷേ വിഷയം അതല്ല. ഇപ്പോഴത്തെ വിഷയത്തെ കുറിച്ച് പറയണമെങ്കിൽ ഇപ്പൊ നമ്മുടെ അടുത്ത് ഡിഫറന്റ് ആയ ആറ്റിറ്റ്യൂഡ്സ് ഉണ്ട്. അതായത് ഞാനിപ്പോൾ മറ്റൊരു ഉദാഹരണോട് ഞാൻ പറയാം. തീർച്ചയായിട്ടും ഇതുപോലുള്ള പല ഉദാഹരണങ്ങൾ ഞാൻ തന്നെ പറയാം. ചോദിച്ചോളൂ സാർ. മനോജ് പ്രഭാകരെ താങ്കൾ അലമാരിക്കുള്ളിൽ പൂട്ടി വെച്ചെന്ന് കേട്ടു. താക്കോൽ എടുത്തുകൊണ്ട് ദൂരത്തിൽ എവിടേക്കോ പോയെന്നു. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. മനോജ് പ്രഭാകരൻ ഞാനല്ല ലോക്ക് ചെയ്തത്. അദ്ദേഹം എത്ര പേടിച്ചെന്ന് വെച്ചാൽ അവിടെയുള്ള ടീ ടേബിളിന്റെ അടിയിലേക്ക് അദ്ദേഹം പോയി. ഞാൻ അദ്ദേഹത്തിന്റെ കാല് പിടിച്ച് വലിച്ച് അദ്ദേഹത്തെ നന്നായി അടിച്ചു. ഈ കാര്യം ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അത് എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് നിങ്ങൾ അറിയണം. അതിനുണ്ടായിരുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ, ആക്ച്വലി എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, അസാറുദ്ദീൻ സാർ അദ്ദേഹത്തിന്റെ മുറിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. പിന്നെ കപിൽ ചേട്ടന്റെ റൂം അതിന് അടുത്തായിരുന്നു. ഞാനിരുന്ന് പടം കാണുകയായിരുന്നു. അങ്ങനെ പടം കാണുമ്പോൾ ഞാൻ കപിൽ ചേട്ടനോട് റിക്വസ്റ്റ് ചെയ്തു, ഞാൻ വേറൊരു സിനിമ എടുത്ത് എന്റെ റൂമിലേക്ക് പോവുകയാണെന്ന്. പിന്നെ 2-3 പേരെ കൂടെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അദ്ദേഹം കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഞാൻ ആ പടം ഇടാൻ തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, എന്ത് പറഞ്ഞെന്നോ, എടാ നിർത്തടാ. ഞാൻ മനോജിനെ നോക്കിയിട്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ നിങ്ങളുടെ വീട്ടിലെ ജോലിക്കാരനല്ല, ഒന്ന് സമാധാനത്തിൽ സംസാരിക്കൂ, എന്തിനാ ഇങ്ങനെ കോപിക്കുന്നതെന്ന്. ഞാൻ വീണ്ടും ആ പടം എടുക്കാൻ പോയി. അപ്പോൾ അദ്ദേഹം അവിടെ വെക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ വെച്ചു. പിന്നെ 2-3 മിനിറ്റ് ഞാൻ അങ്ങനെ അനങ്ങാതിരുന്നു. അദ്ദേഹത്തെ ഞാൻ എന്റെ ചേട്ടനെ പോലെയാ കരുതിയത്. പിന്നെ അവിടെ രസഗുല ഉണ്ടായിരുന്നു. ഒരു ഭാഗത്ത് പടം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ ഉള്ള രസഗുല കണ്ട് അത് എടുക്കാനായി മെല്ലെ കൈനീട്ടി. വീണ്ടും ഹോയ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളാണോ വാങ്ങിച്ചോണ്ട് വന്നതെന്ന്. അല്ലെന്ന് പറഞ്ഞു. അല്ലെന്ന് പറഞ്ഞതും കാശ് നിങ്ങളുടേതാണോ എന്ന് ചോദിച്ചു. അതിനും അല്ലെന്ന് പറഞ്ഞു. ഞാൻ എന്തു പറഞ്ഞെന്ന് വെച്ചാൽ, നിങ്ങൾക്കെല്ലാം കഴിക്കാനായി ഞാൻ രസഗുല മേടിച്ചോണ്ട് വന്നു, എന്റെ രസഗുല എന്നെ തന്നെ കഴിപ്പിക്കില്ലെന്ന്. എന്റെ ഇഷ്ടം എന്ന് പറഞ്ഞു. ഒറ്റ അടി ഞാൻ കൊടുത്തു, ഉഗ്രനടി. അപ്പൊ തന്നെ ഊരിന്റെ താഴെ വീണു. മനുഷ്യന് കുതിരപ്പുറത്തുനിന്ന് താഴെ വീണ് എഴുന്നേക്കാൻ പറ്റും, തന്റെ വീക്ഷണത്തിനും വീണാൽ ഒരിക്കലും എഴുന്നേക്കാൻ പറ്റില്ല. ഒരുപക്ഷെ അതുപോലുള്ള ഒരാളെ അദ്ദേഹം എന്താണ് വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ ശബ്ദമാണ് മുഴങ്ങുന്നതെന്ന്. കോഴി കൂവിയില്ലെങ്കിൽ സൂര്യൻ ഉദിക്കില്ല എന്നല്ലല്ലോ അർത്ഥം. അതാണ് ഞാൻ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്തത്. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി. എല്ലാവരും ഞങ്ങളുടെ പനിഷ്മെന്റിനെ കുറിച്ച് സംസാരിച്ചു. നിനക്ക് പനിഷ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു, നീ പറഞ്ഞു. അദ്ദേഹം സമ്മതിക്കുകയാണെങ്കിൽ ഞാനും സമ്മതിക്കാന്ന് പറഞ്ഞു. വീണ്ടും അത് തന്നെ. ഇരുമ്പിനെ കൊണ്ട് മുറിക്കാൻ കഴിയൂ. ദാറ്റ്സ് ഓൾ. ഇരുമ്പിനെ മുറിച്ചാൽ സിദ്ധു ആരെയാണ് മുറിക്കുന്നത്? അല്ല, സിദ്ധു ആരെ മുറിക്കും എന്ന് വെച്ചാൽ, എന്നോട് ചോദിച്ചാൽ പ്രശ്നം ഉണ്ടാക്കുന്നവരെ. ഈ ലോകത്താണെങ്കിൽ സിംഹത്തിനും സ്വാതന്ത്ര്യമുണ്ട്, പാമ്പുകൾക്ക്. सांपों को आजादी है हर बसते घर में बसने की, उनके सर में जहर भी है और आदत भी है डसने. സിദ്ധുവിന്റെ കമന്റുകൾ എപ്പോഴും ഒരാളെ പാമ്പ് കൊത്തുന്നത് പോലെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്, അങ്ങനെയല്ലേ? ജേർണലിസ്റ്റിന് കൊത്തുന്ന കാര്യം ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ദേ നോക്കൂ, ഒരു കാര്യം കേൾക്കൂ. അത് എന്താണെന്ന് വെച്ചാൽ, ഒരു നായില്ലേ, അത് മനുഷ്യനെ കടിച്ചാൽ അതൊരു ന്യൂസേ ആകില്ല. പക്ഷെ ഒരു മനുഷ്യൻ ഒരു നായയെ കടിച്ചാൽ അത് ന്യൂസാണ്. ശരിയല്ലേ? ശരിയാണ്. പക്ഷെ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ജേർണലിസ്റ്റിന്റെ ലോകം വരുമ്പോൾ ഒരു ക്രിസ്പായ കാര്യം, അതായത് ഒരു സെൻസേഷണൽ ന്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ ജേർണലിസ്റ്റ് കയ്യിലെടുക്കുള്ളൂ. അത് അവരുടെ ന്യൂസ് ഓർമ്മിപ്പിക്കാം. പറയൂ സാർ. ഇത് 27 ഡിസംബർ അറിയാം, 1988 നിങ്ങൾ ഒരു കാര്യം. അവിടെ തന്നെ എത്തുമെന്ന്. ഗുരുനാം സിംഗ് എന്നൊരു വ്യക്തിയെ താങ്കൾ കൈകൊണ്ട് അടിച്ചു. അദ്ദേഹം ഈ ലോകത്ത് നിന്ന് തന്നെ വിട പറഞ്ഞു. നോക്കൂ, ഇതൊരു സീരിയസ് ആയ കാര്യമാണ്. അതിൽ എന്റെ തെറ്റ് ഞാൻ സമ്മതിക്കുന്നു. ഞാനൊന്ന് ധൃതി കാണിച്ചു. ഇപ്പോ ആ കേസ് ഇപ്പോഴും കോർട്ടിലാണുള്ളത്. ഇപ്പോ ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചാൽ കോടതിയെ അവഗണിച്ചതുപോലെ ഉണ്ടാകും. ബിക്കോസ് ദ മാറ്റർ ഈസ് സബ് ജുഡീസ്. ഇന്നും ആ കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ വിഷമിക്കുന്നുണ്ട്. അതെനിക്ക് ഒരുപാട് ദുഃഖം നൽകുന്നുണ്ട്. ഒരുപക്ഷെ ഒരു കാര്യം എന്റെ ജീവിതത്തിൽ മാറ്റാനുള്ള കഴിവ് എനിക്കുണ്ടെങ്കിൽ, ഒരു അവസരം ലഭിച്ചെങ്കിൽ തീർച്ചയായും ആ മുതിർന്ന മനുഷ്യനെ തിരിച്ച് കൊണ്ടുവരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ കൊണ്ടുവരും. ഒരാൾ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ മറ്റൊരാൾ അദ്ദേഹത്തെ നിർത്തി ചീത്ത വിളിക്കുന്നു.
അദ്ദേഹം പറയുന്നു, വേണ്ട ചേട്ടാ, ചീത്ത വിളിക്കല്ലേ, നിങ്ങളുടെ വയസ്സിനനുസരിച്ച് പെരുമാറൂ, അങ്ങനെ ചെയ്യല്ലെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും അദ്ദേഹം ചീത്ത വിളിച്ചുകൊണ്ടിരുന്നു. പിന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ തുടങ്ങി. അദ്ദേഹം 2 കുത്തുകുത്തി, ഇദ്ദേഹവും അങ്ങോട്ട് 2 കുത്തുകുത്തി. പിന്നെ കാര്യം ഇത്രത്തോളമായി. അപ്പോൾ അദ്ദേഹം ഈ ലോകം വിട്ടു തന്നെ പോയി. അപ്പോ നിങ്ങളുടെ മോട്ടീവ്, നിങ്ങളുടെ ഇന്റൻഷൻ അദ്ദേഹത്തെ കൊല്ലുക എന്നുള്ളതല്ല. ഇങ്ങനെയുള്ള 1000 വഴക്കുകൾ നടക്കും. ഇങ്ങനെ ഒരുപാട് പേര് നീയോ ഞാനോ എന്ന് വഴക്കുണ്ടാക്കും. 1000 വഴക്കുകൾ ഉണ്ടാവും. പക്ഷേ ലക്ഷ്യം അതല്ല. എന്റെ ഇന്റൻഷൻ അങ്ങനെ ഒന്നും ആയിരുന്നില്ല. താങ്കൾ ഫീൽ ചെയ്യുന്നുണ്ട് അത് തെറ്റായി പോയിന്ന് ഇപ്പൊ ഫീൽ ചെയ്യുന്നു? ഞാനൊന്നും ഗൗതമ ബുദ്ധനല്ല, ആരെങ്കിലും എന്റെ മുഖത്തടിച്ച എന്നാ അടിച്ചോന്ന് കാണിക്കാൻ. ഞാൻ അങ്ങനെയല്ല. ഒരാൾ എന്നെ ചീത്ത വിളിച്ചു, അപമാനിച്ചു, ഞാൻ അദ്ദേഹത്തോട് വഴക്കിന് പോയില്ല. ഞാൻ അദ്ദേഹത്തെ ഇങ്ങോട്ട് വഴക്കിന് വിളിച്ചില്ല. അത് തീർച്ചയായും എന്റെ ഇന്റൻഷൻ ആയിരുന്നില്ല. നിങ്ങളോട് ഒരു കാര്യം പറയാം. കോടതി ഒരു തീരുമാനമെടുത്തു. ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചാൽ തീർച്ചയായും എനിക്ക് പ്രോബ്ലം ഉണ്ടാകും. ഭൂപേന്ദർ സന്തൂഖ്, ഞാൻ അദ്ദേഹത്തിന്റെ ജിപ്സിയിലായിരുന്നു. അദ്ദേഹത്തിനാണ് ചീത്ത കിട്ടിയത്. പക്ഷെ ഞാൻ അവരെ രണ്ടുപേരെയും സമാധാനിപ്പിക്കുകയായിരുന്നു. ശേഷം എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അത് കണ്ടം ഓഫ് കോർട്ടാകും. പക്ഷെ എന്ത് സംഭവിച്ചോ അത് ശരിയായിരുന്നില്ല. ഞാൻ ഒരിക്കലും ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാതെ സംഭവിക്കും. അതൊരിക്കലും മനുഷ്യരെ കൊണ്ട് തടയാൻ കഴിയില്ല. ഒരുപക്ഷെ എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എന്റെ ഇന്റൻഷൻ ആൻഡ് മോട്ടീവ് അങ്ങനെ ആയിരുന്നില്ല. ഒരു പകയുമില്ല, എന്റെ കയ്യിൽ ആയുധവുമില്ല, വെടിവെച്ചിട്ടുമില്ല. കൈകൊണ്ടങ്ങനെ അടിക്കുമ്പോൾ, ഒരാളുമായി അടിപിടി കൂടുമ്പോൾ ഇങ്ങനെ സംഭവിച്ചാൽ ഒരു മനുഷ്യൻ മരിച്ചെങ്കിൽ ആ കാര്യം തന്നെ മാറിപ്പോകും. ഒരു കാലഘട്ടത്തിൽ താങ്കളുടെ കൈകൊണ്ട് ജനങ്ങൾ മരിക്കുന്നു, ഇപ്പോൾ സംസാരം കൊണ്ട് ജനങ്ങൾ മരിക്കുന്നു. എന്റെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, ഒരു വെടിയുണ്ട കൊണ്ട് സംഭവിച്ച മുറിവ് ഉണങ്ങിപ്പോകും. പക്ഷേ വാക്കുകൾ കൊണ്ടേറ്റ പരിക്ക് ഒരിക്കലും ഉണങ്ങില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മുതിർന്നവരും പറഞ്ഞിട്ടുണ്ട്, ഒരു കാട് നശിപ്പിച്ചാൽ അത് വീണ്ടും വളരും. പക്ഷെ ഒരു വാക്കുകൊണ്ടേറ്റ പരുക്ക് ആർക്കും ശരിയാക്കാൻ പറ്റില്ലെന്ന്. പിന്നെ ഒരു വ്യക്തിയുടെ മനസ്സും വേദനിപ്പിക്കരുതെന്ന് ഞാൻ ഒരുപാട് ശ്രമിക്കാറുണ്ട്. പക്ഷേ ആരെങ്കിലും ഒരാൾ എന്റെ ന്യായത്തിനെതിരായി എന്റെ ജീവിതത്തിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ന്യായത്തെ എപ്പോഴും ഞാൻ ഡിഫെൻഡ് ചെയ്യണം. हर दीन दुखी मन में उमंग तुम्हें भरनी है, हर आशाहीन हृदय में तरंग तुम्हें भरनी है. अरे महाभारत तो सर हर युग की अटल जरूरत है. बन के अर्जुन सच्चाई की जंग तुम्हें लड़नी है. മനസ്സിലായോ?